ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 15-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഒരു കൊച്ചിന് ഏകദേശം 17 വയസ്സായി. അവൻ എന്നും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അവൻ വായിക്കുന്നതെല്ലാം തന്നെ ദൈവനിഷേധമുള്ള അല്ലെങ്കിൽ ദൈവത്തിനെതിരായുള്ള പുസ്തകങ്ങളായിരുന്നു. അവൻ ഇതെല്ലാം വായിച്ച അവസാനത്തെ പേജും തീർന്നപ്പോൾ അവൻ അവൻ്റെ പപ്പയോട് വന്ന് ചോദിച്ചു: പപ്പ, ഈ സത്യത്തിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉള്ളിൽ വെളിച്ചമുള്ള പപ്പ അവനെ ചേർത്ത് നിർത്തി പറയാൻ തുടങ്ങി: മോനെ, ഇന്ന് നിനക്ക് പപ്പയുടെയും മമ്മിയുടെയും ആവശ്യമുണ്ട്. കാരണം ഭക്ഷണം വേണം, പഠനത്തിന് കാശ് വേണം, നല്ല വസ്ത്രം വേണം. എന്നാൽ ഇത് അധികം വൈകാതെ നീ തന്നെ അധ്വാനിച്ചു വരുമാനം നേടിത്തുടങ്ങും, കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കും, നടപ്പിലാക്കും. ഇന്ന് പപ്പയും മമ്മിയും നിനക്ക് ചെയ്തു തരുന്നതൊക്കെ നീ തന്നെ താൻ ചെയ്യും. പിന്നെ നിനക്ക് ഞങ്ങളുടെ ആവശ്യമില്ലെന്ന് തോന്നും, കാരണം നീ വലുതായി പോയി. ഇതുപോലെ തന്നെയാണ് ദൈവബന്ധത്തിലും ഉള്ളത്. ഒരാൾ ദൈവത്തെക്കാൾ വലുതായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. മോനെ, നീ ദൈവത്തെക്കാൾ വലുതായോ? ഇത് മാത്രമാണ് പപ്പയുടെ സംശയം. മോന് കാര്യം പിടികിട്ടി. കാര്യങ്ങൾ നടത്താൻ മാത്രം കൂട്ടിച്ചേർക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ആ ദൈവം നിങ്ങളുടെ വീട്ടുനായ്ക്ക് സമാനമാകുന്നു. അതാണ് അതിൻ്റെ ശരിയായുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കിട്ടാനുള്ള ഒരു ഉപകരണം ആണോ? അതാണോ നമ്മുടെ ദൈവം? തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസവും അനുസരിച്ച് അതാകാൻ പാടില്ല. പക്ഷേ ഇന്ന് മനുഷ്യരാശിയുടെ ദൈവം എന്ന സങ്കല്പം എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാനുള്ള ഒരു ഉപകരണം മാത്രമായി മാറ്റി വെച്ചിരിക്കുകയാണ്. ദൈവത്തെ ദൈവമെന്ന് പോലും വിളിക്കാനും ഭയപ്പെട്ടിരുന്ന ഒരു മത പശ്ചാത്തലത്തിലാണ് ക്രിസ്തു നമ്മെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനായിട്ട് പഠിപ്പിച്ചത്. പിതാവും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങാതെ അവൻ പറഞ്ഞു: ദൈവം നിങ്ങളുടെ സുഹൃത്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ടവരെയാണ് ഞാൻ എൻ്റെ സുഹൃത്താക്കുന്നത്, ദൈവം എന്നെ സുഹൃത്താക്കുന്നു എന്ന വിഷയം ഒന്ന് ധ്യാനിച്ചു നോക്കൂ. യാതൊരു മറകളുമില്ലാതെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന സകല രഹസ്യങ്ങളും പങ്കിടുന്ന സുഹൃത്ത് ബന്ധമാണിത്. കാര്യം നടത്താനുള്ള ബന്ധമല്ല, കൂട്ടിച്ചേരാനുള്ള ക്ഷണമാണിത്. കാര്യം നടത്താൻ കൂട്ടിച്ചേർന്നാൽ എത്ര കാലം ആ ബന്ധം നീണ്ടു നിൽക്കും? സൗഭാഗ്യങ്ങൾ കൊണ്ട് നമ്മെ അലങ്കരിക്കുമ്പോഴും ചില സൗഭാഗ്യങ്ങൾ തള്ളിക്കളയുമ്പോഴും സ്നേഹിതനായ ദൈവം ഒന്ന് തന്നെയാണ്, അവന് മാറ്റമില്ല. യഹൂദരുടെ ഇടയിൽ ഒരു മിത്തുണ്ട്: കൂട്ടം തെറ്റി അലയുകയും അപകടത്തിലേക്ക് ചാടിപ്പോവുകയും ചെയ്യുന്ന ആടിൻ്റെ കാൽ ഇടയൻ ഒടിക്കുമത്രേ. പിന്നെ ഈ ഇടയൻ ആ കാൽ സുഖപ്പെടുത്താനുള്ള ശുശ്രൂഷകൾ ആ ആടിന് ചെയ്തു കൊടുക്കും. അങ്ങനെ ഇടയൻ്റെ സ്നേഹവും നന്മയും അയാൾ പകരുന്ന സമാധാനവും സുരക്ഷിതത്വവും ആട് തിരിച്ചറിയുന്നു. പിന്നെ കാൽ സുഖപ്പെട്ടാലും എത്ര ഓടിയാലും ആ ആട് ഇടയനെ വിട്ടുപോകില്ല. ചില ആടുകളെ ഇടയൻ തോളിലേറ്റി നടക്കുമ്പോൾ നാം അറിയണം, നടക്കാൻ പ്രയാസമുള്ള ഒരു ആട്ടിൻകുട്ടിയാണത്. ഒരുപക്ഷെ ഇടയൻ്റെ അടിയേറ്റ് ഒടിഞ്ഞ കാലുള്ള ഒരു ആട്ടുഭാഗം അത്. സ്നേഹിക്കുന്നവന് മാത്രമേ അവൻ പ്രഹരിക്കൂ. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സഹന ജീവിതം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉള്ള കാര്യം ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കണം. ചേർത്ത് പിടിക്കാൻ ഇച്ഛിക്കുന്നവന് മാത്രമേ അവൻ വെട്ടിയൊരുക്കൂ. സ്വതന്ത്രമുള്ളിടത്ത് മാത്രമേ അവൻ അധികാരം പ്രയോഗിക്കൂ. സ്നേഹിത, നീ ചുംബനം കൊണ്ട് എന്നെ ഒറ്റുകൊടുക്കുകയാണോ എന്ന് യുദാസിനോട് ചോദിക്കുന്നത് കാണുക. ഒരു ഉണർവിലേക്ക് അവനെ തട്ടുണർത്തുകയാണ് ഗുരു. എന്നിട്ടും അവൻ തിരസ്കരിച്ചു. കാര്യങ്ങൾ നടത്താൻ മാത്രം ഗുരുവിനെ ചേർത്ത് പിടിച്ചവൻ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കില്ലെന്ന് കണ്ടപ്പോൾ തള്ളി മാറ്റി.
നിങ്ങൾ ചില ഇതളുകൾ ഒടിയുമ്പോഴും സ്വപ്നങ്ങൾ കൂമ്പടിയുമ്പോഴും നമ്മുടെ സ്നേഹിതർ നമ്മളെ തോളിലേറ്റുള്ള ചില നടപടികളാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ചില സ്നേഹിതർ സഹോദരങ്ങളെക്കാൾ ഉറ്റവരാണ്. സുഭാഷിതത്തിന്റെ പുസ്തകത്തിൽ 16-24 പറയുന്നുണ്ട്, ചില സ്നേഹിതർ സഹോദരങ്ങളെക്കാൾ ഉറ്റവരാണ്. കാരണം വ്യക്തമാണ്, സഹോദരൻ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്, സുഹൃത്താകട്ടെ നമ്മൾ കണ്ടെത്തുന്നതാണ്. പഴയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കൂട്ടുബന്ധത്തിൻ്റെ കഥയുണ്ട്. പഴയ നിയമ ഗ്രന്ഥത്തിൽ ജോനാഥനും ദാവീദും തമ്മിൽ. ജോനാഥൻ ഇസ്രായേലിൻ്റെ രാജാവായ സാവൂളിൻ്റെ മകനും കിരീടാവകാശിയുമാണ്. ദാവീദാകട്ടെ ജെസ്സിയുടെ ഇളയപുത്രനും ആട്ടിയുടെ ഇനമായിരുന്നു അന്ന്. സ്വാധീനത്തിൽ അവർ തമ്മിൽ വലിയൊരു അകലമുണ്ടെങ്കിലും ജോനാഥൻ്റെ ഹൃദയം ദാവീദിനോട് ചേർന്നു. അവൻ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചു. 1 സാമുവേൽ 18:1 പറയുന്നത് വ്യക്തമായിട്ട്. അവൻ മരിക്കുമ്പോൾ ദാവീദ് പാടുന്നുണ്ട്, സഹോദരാ ജോനാഥൻ, നിന്നെയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം 1000 സ്ത്രീകളുടെ പ്രേമത്താൽ അഗാധമായിരുന്നു. സ്നേഹിതൻ നമ്മെ സമഭാവനയോടെ കാണുന്നവനാണ്. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന വചനം ഓർക്കുക. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഇടമാണിത്. സുഹൃത്ത്, അങ്ങനെ ഒരാളെ കിട്ടുക വലിയ ഭാഗ്യമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യമോ പട്ടിണിയോ ആണെന്ന് നിങ്ങൾ കരുതരുത്. അല്ല, ഇത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം. തനിയായി പോവുക ഇന്ന് എല്ലാവർക്കുമുള്ളൊരു ദുഃഖമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലായിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഉള്ളിൽ പലപ്പോഴും ഞാൻ ഏകാന്തയിലാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നുമ്പോൾ ഒരു പക്ഷേ അവരെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിനെ തന്നെ നമുക്ക് സുഹൃത്തായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഏകാന്തതയിൽ നിന്നൊക്കെ മാറ്റം വരും, നമ്മുടെ ചിന്താ രീതിക്ക് മാറ്റം വരും. ആ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് എല്ലാവരും ഉണ്ട് ചുറ്റും, പക്ഷെ കൂട്ടുചേരാൻ ആരുമില്ല, എല്ലാം ഉണ്ട്, ഒന്നുമില്ലാത്തവനും പോലെ അവസ്ഥയുള്ള ഒരുപാടുണ്ടെന്ന് ലോകത്ത്. മതം സുഹൃത്തല്ലാത്തവരുടെ ഒരു സുഹൃത്താണെന്ന് പറയാറുണ്ട്. എന്നിട്ടും ആശ്രമങ്ങൾക്കുള്ളിൽ എത്രയോ പേരാണ് ഒറ്റയായി പോകുന്നത്. വീടുകളിൽ ഒറ്റമുറികൾ തളച്ചിടുന്നവർ എത്രയോ പേരാണെന്ന് ഇന്ത്യയിലും വിദേശത്തൊക്കെ ആയിട്ട്. നമ്മ മാധ്യമങ്ങളെ കാര്യമായി കൈകാര്യം ചെയ്യുമ്പോഴും ഒറ്റയാകുന്നു പോകുന്ന പലരും ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. പലരും ദൈവം നിങ്ങളോട് സുഹൃത്താകണം, സ്നേഹിതനെന്ന് വിളിച്ചവനോട് കൂട്ടിച്ചേരണം. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ അതാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിതനെന്നുമാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഞാൻ നിങ്ങളെ ആദ്യം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ദൈവം മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ക്രിസ്തു നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ഒരു അവസ്ഥ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സുഹൃത്തായിട്ടും ദൈവത്തിൻ്റെ പിതാവായിട്ടും ഒക്കെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ രീതിയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് അതിലേക്ക് വഴിവിട്ട് ഒരുക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ ഞാനിപ്പോഴും പറയുന്ന പോലെ നമുക്ക് വചനമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. വചനമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്കിതൊന്നും നടക്കുമില്ല. കാരണം നമ്മൾ നയിക്കുന്നത് നമ്മുടെ തന്നെ അറിവുകളാണ്. ഈ അറിവ് ലഭിക്കുന്നത് ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിൽ കൂടിയാണ് എല്ലാം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഈ ലോകം ഭൂമിയും സകല ചരാചരം സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ ജ്ഞാനം കിട്ടണമെങ്കിൽ, ദൈവിക ജ്ഞാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആദ്യം കേൾക്കുക, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണ പ്രവൃത്തിയിലേക്ക് കടപ്പെട്ടത്. അപ്പോൾ നമ്മൾ കേൾക്കാനിടയില്ലെങ്കിൽ, നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ വചനമായിട്ട് അഭേദ്യമായൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാവണം, നമ്മളെ സ്പർശിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമ്മൾ നിറയണം. അപ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും ഞാൻ പറയാനുള്ളതാണ്. കാരണം ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും ആളുകളൊക്കെ നമുക്ക് എഴുതി തരുന്ന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ബേസിലല്ല ദൈവിക ജ്ഞാനം ഉള്ളത്. അത് ദൈവം നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ തിരുവചനമായിട്ടുള്ളൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം.
ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.